Welcome to AAA Profit Analytics Weekly Market View dated 1st December. കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റ് ഒരു ഹെവി ആയിട്ടുള്ള ഒരു റാലിയോട് കൂടി 350 പോയിന്റ്സ് നിഫ്റ്റി ഉയർന്ന് 3.32% ഉയർന്നാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് 200-ഡേ മൂവിങ് ആവറേജ് വരുന്ന 10,744 മുകളിൽ വന്ന് 10,922 എന്നുള്ളൊരു ഹൈ സെറ്റ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നവംബർ ഫ്യൂച്ചേഴ്സ് എക്സ്പയറിക്ക് മുന്നോടിയായി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഒരു വൊളാറ്റൈൽ ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ്. എങ്കിലും നമ്മൾ ഒരു 10,850 ടെസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോടുകൂടി തന്നെയാണ് അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ ക്ലോസ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് US ഫെഡറൽ റിസർവ് ഒരു ഡോവിഷ് കമൻട്രിയോട് കൂടി ഇൻട്രസ്റ്റ് റേറ്റ് അടുത്ത വർഷത്തിൽ ഉയർത്താനുള്ള സാധ്യതയില്ല എന്നുള്ളൊരു ഡോവിഷ് ആയിട്ടുള്ളൊരു കമൻറ്റ് പറഞ്ഞതോടുകൂടി അന്ന് ഫ്യൂച്ചേഴ്സ് എക്സ്പയറി ആയിട്ട് പോലും നമ്മുടെ മാർക്കറ്റ് വളരെ ഹെവി ആയിട്ടുള്ള റാലിയോട് കൂടി ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഒരു ഹൈക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് എമർജിംഗ് മാർക്കറ്റ്സിനെ എല്ലാം സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ കുറേയധികം പൊസിഷൻസ് അന്ന് ഓൾറെഡി ഫ്യൂച്ചേഴ്സ് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ റോൾ ഓവറും അതുപോലെ തന്നെ കുറേയധികം നമുക്കന്ന് കുറേയധികം ഷോർട്ട് കവറിങ്ങും കാണാൻ സാധിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ട്രേഡ് ചെയ്തത്. 350 പോയിന്റ്സിൻ്റെ ഒരു റാലി ഒരു പക്ഷേ ഈ ഫ്യൂച്ചേഴ്സ് എക്സ്പയറിക്ക് മുന്നോടിയായിട്ട് ഇതുപോലെയുള്ളൊരു റാലി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എക്സ്പയറി ഡേ നോർമലി വൺ സൈഡഡ് മൂവ്മെൻ്റ് ആയിട്ട് 100 പോയിന്റ്സോളം ഉയർന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം അവിടെ നിന്നും ഒരു നോർമൽ ഒരു ഡിപ്പ് പോലും വരാതെയാണ് അന്ന് മാർക്കറ്റ് മുന്നോട്ട് പോയത്. അത് പലപ്പോഴും നോർമലായിട്ടുള്ള ട്രേഡേഴ്സിൻ്റെ അന്ന് എക്സ്പയറി ഡേയിൽ നടത്തുന്ന പല ട്രേഡിംഗ് സ്ട്രാറ്റജീസിനും അന്ന് ബീറ്റ് ചെയ്തുകൊണ്ടാണ് അന്ന് മാർക്കറ്റ് മുന്നോട്ട് പോയത്. എന്തായാലും ഈ US ഫെഡറൽ റിസർവിൻ്റെ ഈ തീരുമാനം എമർജിംഗ് മാർക്കറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. 2019 നമ്മൾ മുന്നേറുമ്പോൾ അടുത്ത വർഷത്തിൽ എമർജിംഗ് മാർക്കറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുള്ളിഷ് മൊമെൻറ്റം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ന്യൂസ് സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് അറിയാം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഹൈക്ക് ചെയ്യുന്നതിൽ US ഫെഡറൽ റിസർവിന് കുറച്ച് കൂടുതൽ തിരക്ക് കൂട്ടുന്നു എന്നുള്ള രീതിയിലൊരു കമൻറ്റും നമ്മളൊരു ട്വീറ്റും അദ്ദേഹത്തിൻ്റെ കാണുകയുണ്ടായി. അപ്പോൾ അതിന് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ US ഫെഡിൻ്റെയും ഈ കമൻറ്റ് വരുന്നതോടുകൂടി നെക്സ്റ്റ് ഇയറിൽ ഒരു പക്ഷേ ഒരു പ്രാവശ്യം പോലും ഉള്ളൊരു ഹൈക്ക് ഇല്ലാതെ കടന്നു പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും നമ്മുടെ കഴിഞ്ഞ എക്സ്പയറി ഡേയിലുണ്ടായിരുന്ന റോൾ ഓവർ ഡാറ്റ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ അടുത്ത 11-നാണ് ഡിസംബർ 11-നാണ് നമ്മുടെ 4 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്സിൻ്റെ ഇലക്ഷൻ റിസൾട്ട്സ് വരുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ മാർക്കറ്റ് ഇത്രയധികം റാലി വന്നിട്ടും കുറേയധികം ഷോർട്ട് പൊസിഷൻസ് നെക്സ്റ്റ് മന്തായിട്ടുള്ള ഡിസംബറിലേക്ക് റോൾ ഓവർ ചെയ്ത് പോകുമെന്ന് കാണുകയുണ്ടായി. നമുക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ഈ നവംബറിൽ നിന്ന് ഡിസംബറിലേക്കുള്ള റോൾ ഓവർ 82% അതിൻ്റെ റോൾ ഓവർ തന്നെയാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ 3 മാസത്തെ ആവറേജ് നോക്കുമ്പോൾ 81% ആയിരുന്നു റോൾ ഓവർ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഷോർട്ട് പൊസിഷൻസ് മാർക്കറ്റ് മുന്നോട്ട് വന്നിട്ടും ക്യാരി ഫോർവേഡ് ചെയ്ത് ഡിസംബർ മന്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഇൻ്റർനാഷണലി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇയർ എൻഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് 15 ഡേയ്സിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം എസ്പെഷ്യലി ഇവിടെ ഈ ഇലക്ഷൻ റിസൾട്ടോട് കൂടി വരുമ്പോൾ റൂളിംഗ് ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് റിസൾട്ടാണ് വരുന്നതെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ പൊസിഷൻസ് റോൾ ഓവർ ഷോർട്ട് പൊസിഷൻസ് റോൾ ഓവർ വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ നമുക്ക് നോക്കുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ നമുക്ക് കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ കൊമേഴ്സ്യൽ ക്രൂഡ് റിസർവിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ 10th വീക്കിലി ഗെയിനാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അതായത്
ഈ കൊമേഴ്സ്യൽ റിസർവ്സ് 10th സ്ട്രൈറ്റ് വീക്കിലും കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിലുള്ളൊരു സെല്ലിംഗ് പ്രഷർ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നോക്കുമ്പോൾ ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് വീണ്ടും സ്ട്രെങ്ത് എടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കറൻസി 70 മാർക്കിന് താഴേക്ക് വന്നിട്ടുണ്ട്. അതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ മാർക്കറ്റിന് ഈ ബുള്ളിഷ് ട്രെൻഡിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ്സിലുള്ള ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് കൂടെ വരുമ്പോൾ നമ്മുടെ മാർക്കറ്റിലുണ്ടായ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന ഒരു 10,004 വരെ വന്ന ആ സെൽ ഓഫ് ഒരു നിയർ ടൈമിലുണ്ടാകാവുന്ന ഒരു വേഴ്സ്റ്റ് പിക്ചർ കഴിഞ്ഞിരിക്കുകയാണ്. എസ്പെഷ്യലി ആ സെൽ ഓഫിൽ പ്രധാനപ്പെട്ട കാരണമായിരുന്നത് ഈ ക്രൂഡ് ഓയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഷാർപ്പ് ഡിപ്പാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ വളരെ മാർക്കറ്റിന് ഫേവറബിൾ ആവുന്ന രീതിയിലേക്ക് വരികയാണ്. അതുപോലെ ഇന്റർനാഷണലി ഫണ്ട് മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഈ US ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ കൂടിയാണ്. അതും പോസിറ്റീവായിട്ട് ആയിട്ടുള്ള രീതിയിലേക്കാണ് ഒരു ഡോയിഷ് കമൻട്രിയും വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്ലോബലി നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എമർജിംഗ് മാർക്കറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന ഒരു കറക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഡിസംബർ മാസത്തിൽ ഒരുപക്ഷെ ആ ലാസ്റ്റ് ഒരു 5-10 ഡേയ്സോളം ആക്ടിവിറ്റി കുറവായിരിക്കും. പക്ഷേ ജനുവരി മാസത്തിലേക്ക് കടക്കുന്നതോടുകൂടെ നമ്മുടെ മാർക്കറ്റിന് കൂടുതൽ ആക്ടിവിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റോക്കുകൾ, കറക്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ എല്ലാം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ജനുവരി മാസത്തിലേക്ക് കടക്കുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുമെന്നുള്ള രീതിയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റോക്കുകൾ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് ഡിസംബർ മാസത്തിന് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ കറക്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില സ്റ്റോക്കുകളിൽ അവരുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. എസ്പെഷ്യലി ഞാൻ യെസ് ബാങ്കിനെ കുറിച്ച് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. റീറ്റെയിൽ ക്ലയൻസിനെ നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൊരു സ്റ്റോക്കാണ് നമുക്ക് യെസ് ബാങ്ക്. പക്ഷേ യെസ് ബാങ്കിന് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് അവരുടെ മാനേജ്മെൻറ്റിൻ്റെ പാർട്ടിലുണ്ട്. നമുക്കറിയാം അടുത്ത ദിവസം തന്നെ പുതിയ CEO-നെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള RBIയുടെ ഡെഡ് ലൈൻ വരികയാണ്. അതോടൊപ്പം തന്നെ കുറേയധികം ഡയറക്ടേഴ്സ് അവരുടെ ബോർഡിൽ നിന്നും റിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് യെസ് ബാങ്കിനെ കുറിച്ച് വീണ്ടും ഞാൻ ഈ പ്രസൻറ്റേഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ചാർട്ടോടുകൂടി തന്നെ ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ മെയിൻ ചെയ്തത് നമ്മൾ സ്റ്റോക്കുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഡിസംബർ മാസത്തിൽ അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജനുവരി ഫെബ്രുവരി പീരിയഡിൽ ബുക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുമെന്നുള്ളതാണ്. പക്ഷേ അവിടെ ഈ ബേസിക് ഇഷ്യൂസ് ഉള്ള സ്റ്റോക്കുകൾ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ സ്റ്റോക്കുകളെ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ ബ്രന്റ് ക്രൂഡ് നോക്കുകയാണെങ്കിൽ $60 താഴെ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 8 വീക്സ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കറക്ഷനിലൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോർമലി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെക്ക് ചെയ്യാറുള്ള ക്രൂഡിൻ്റെ ചാർട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ വീക്കിലും 8th വീക്കിലും നമുക്ക് ക്രൂഡിൻ്റെ MCX ഡിസംബറിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ 5,669 നിന്നും കറക്റ്റ് ചെയ്ത് ഇപ്പോൾ 3,464 ലെവലിലേക്ക് വന്നിരിക്കുകയാണ് MCXൻ്റെ ക്രൂഡ് ഓയിൽ ചാർട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 38% കറക്ഷൻ ഹൈയിൽ നിന്നും വന്നിട്ടുണ്ട് ക്രൂഡ് ഓയിലിൽ. ചാർട്ടിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം വീക്ക്ലി ക്യാൻഡൽസ് താഴെ വരുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് ഒരു ബോട്ടം ലെവലിലേക്ക് ഒരു കൺസോളിഡേഷൻ ലെവലിലേക്ക് വരുന്നുണ്ട്. എങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള റീബൗണ്ട് നമുക്ക് ക്രൂഡ് ഓയിൽ ആരും തന്നെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അത് എന്തായാലും ഈ ഫർദർ ഇവിടെ നിന്നൊരു ഇനിയും ഡീപ്പർ കറക്ഷൻ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഈ ഒരു ലെവലിലാണ് ക്രൂഡ് കുറച്ച് സമയത്തേക്ക് ട്രേഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ക്രൂഡിൻ്റെ ഒരു നെഗറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്തായാലും മാർക്കറ്റിനെ വളരെ പോസിറ്റീവായിട്ട് നിലനിർത്തും എന്ന് തന്നെ നമുക്ക് കാണാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഒന്ന് നോക്കാം. നമുക്ക് നിഫ്റ്റിയുടെ സ്വിംഗ് ചാർട്ട് നോക്കുമ്പോൾ നോക്കൂ, ഈ നിഫ്റ്റിയിൽ 2018 സ്വിംഗ് മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ 11,171 എന്നൊരു ഹൈ സെറ്റ് ചെയ്ത മാർക്കറ്റ് അവിടെ നിന്നും ബജറ്റിന് മുന്നോടിയായിട്ട് തുടങ്ങിയ ഒരു കറക്ഷൻ
നമുക്കറിയാം 1000 to 20 പോയിൻസിൻ്റെ കറക്ഷനാണ്, 10.92% കറക്ഷൻ 2 monthsനുള്ളിൽ വന്ന ആ മാർക്കറ്റ്. അവിടെ നിന്ന് നമുക്ക് ഷാർപ്പായിട്ടുള്ള ആ റാലി തുടങ്ങിയത് ഓൾമോസ്റ്റ് 18.17% അല്ലെങ്കിൽ 1809 പോയിൻസിൻ്റെ ഒരു റാലിയിലേക്ക് പിന്നീട് മാർക്കറ്റ് പോകുന്നതാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ അതിനുശേഷം വീണ്ടും ഷാർപ്പായിട്ടുള്ള ഈ സെൽ ഓഫ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് ജസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ 10,004 എന്നുള്ളൊരു ലോ സെറ്റ് ചെയ്യുകയുണ്ടായി നിഫ്റ്റി. ആ മൂമെൻറ്റിൽ 1756 പോയിൻസിൻ്റെ ഷാർപ്പായിട്ടുള്ളൊരു സെൽ ഓഫാണ്. 14.93% ആണ് ജസ്റ്റ് 2 monthsനുള്ള ആ ഷാർപ്പ് താഴത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ അതിനുശേഷം വീണ്ടും നമ്മുടെ മാർക്കറ്റ് വളരെ കുറച്ച് ദിവസം കൊണ്ട് 918 പോയിൻസിൻ്റെ അല്ലെങ്കിൽ ഒരു 9.17%ൻ്റെ റാലിയോടുകൂടി 10,922 കഴിഞ്ഞ ദിവസം മുന്നേറി വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, മാർക്കറ്റിൻ്റെ ഓരോ സ്വിങ്ങുകളാണ് ഇത്. ഇനി മാർക്കറ്റിൽ നടക്കുന്ന ഓരോ അപ്പ് സ്വിങ്ങും അതുപോലെ തന്നെ ഡൗൺ സ്വിങ്ങുകളാണ്. അപ്പോൾ നമുക്ക് ആ മാർക്കറ്റിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സിലും ഒരു ഷാർപ്പായിട്ടുള്ള റാലിക്ക് ശേഷം ഒരു കറക്ഷൻ ഉണ്ടാകും. അത് മാർക്കറ്റിൻ്റെ ഒരു സൈക്കിളാണ്. അപ്പോൾ അതിൽ ഓരോ സൈക്കിളിലും നമ്മുടെ ആസ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ അതിനെ നാച്ചുറലായിട്ട് നമ്മളതിനെ കൺസിഡർ എങ്ങനെയാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ പ്രോഫിറ്റും ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം കുറച്ച് മിഡ് ക്യാപ്സ് സ്റ്റോക്കുകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റു പല സ്റ്റോക്കുകളിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ബാറ്റ ഇന്ത്യ പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ വീണ്ടും കഴിഞ്ഞ ദിവസം ഹൈ ബ്രേക്ക് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഈ ഡൗൺ സൈക്കിളിൽ നമ്മൾ എങ്ങനെ ഒരു നല്ല സ്റ്റോക്കിൻ്റെ പൊസിഷനെ മാനേജ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ അടുത്ത അപ്സ്വിങ്ങിലുള്ള നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജിനെ ഡിസൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുക നമ്മുടെ ഈ സ്വിങ്ങിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. മാർക്കറ്റ് പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ഈ എക്കണോമി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കാര്യമായ രീതിയിൽ മുന്നേറുന്ന ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ GDPയുടെ ഗ്രോത്ത് ആണെങ്കിലും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ഡൗൺ സ്വിങ് കഴിഞ്ഞ് വീണ്ടും അപ്പ് സ്വിങ്ങിൽ വരുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള നല്ല സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ കറക്ഷന് ശേഷം വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് പോവുകയാണ്. അപ്പോൾ പലപ്പോഴും ഈ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സ് മടുക്കാതെ നിൽക്കുക എന്നുള്ളതാണ് മാർക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പലപ്പോഴും നമുക്കറിയാം ഈ മാർക്കറ്റിൻ്റെ കറക്ഷൻസ് പീരിയഡിൽ ഷാർപ്പായിട്ടുള്ള ഒരു 4-5 വീക്കിലൊക്കെ നമുക്കിപ്പോൾ ഈ ചാർട്ടിൽ നിന്ന് കാണാം. അവിടെ നിന്ന് വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 6-7 വീക്സോളം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കറക്ഷൻ തന്നെയായിരുന്നു അല്ലേ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ. അപ്പോൾ ഇനി മാർക്കറ്റ് തിരിച്ചു വരില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ സൈക്കോളജിക്കലായിട്ട് ശരിക്കും ഡൗൺ ആയി പോകാവുന്ന രീതിയിൽ തന്നെയാണ് മാർക്കറ്റിൻ്റെ ഡൗൺ ട്രെൻഡ്സ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെയുള്ള സമയത്ത് മാർക്കറ്റിൽ ഇത് വളരെ നേച്ചുറലാണെന്നും ഇങ്ങനെയുള്ള കറക്ഷൻസ് മാർക്കറ്റിൽ ഉണ്ടാകുമെന്നും അവിടെ നമ്മൾ ബ്ലണ്ടേഴ്സ് ഒന്നും കാണിക്കാതെ അവിടെ ഇരിക്കണം എന്നുള്ളതാണ്. ഇത് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയാൽ നമ്മൾ വലിയ റൈഡുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ ഓരോ താഴേക്കൊക്കെ പോകുന്ന ഒരു സമയത്ത് നമുക്ക് അവിടെ നിന്നും എടുത്ത് ചാടാൻ തോന്നും. അത്രയും ഭയം തോന്നാവുന്ന രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ഒരു റൈഡുകളൊക്കെ മൂവ് ചെയ്യാല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴെങ്കിലും എടുത്ത് ചാടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് തന്നെയാണ് മാർക്കറ്റിൽ നടക്കുന്നത്. നമ്മളവിടെ കുറച്ച് നമുക്ക് ടെൻഷനൊക്കെ തോന്നിയാൽ അവിടെ തന്നെ ഇരിക്കുകയും അത് കഴിഞ്ഞ് റൈഡ് കഴിഞ്ഞ് നമ്മൾ ഹാപ്പി ആയിട്ട് ഇറങ്ങി പോവുകയും ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും അബദ്ധം പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് ചാടാതിരുന്നാൽ മാത്രം മതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലോസ് വരും. ഞാൻ മീറ്റ് ചെയ്യുന്ന കുറേയധികം ക്ലയൻസും അവർ പറയുന്ന ഒരു കാര്യം, ഞാൻ 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 8 വർഷം മുമ്പൊക്കെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ആളാണ്, ഞാൻ ഇപ്പോൾ വീണ്ടും മാർക്കറ്റിലേക്ക് റീ എൻട്രി ചെയ്യണം എന്ന് ആണ് ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ പലപ്പോഴും അവർ എക്സിറ്റ് ചെയ്ത് പോയത് മാർക്കറ്റിൻ്റെ ഡൗൺ സൈക്കിളിലാണ്. അപ്പോൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടത് തിരിച്ച് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ ഒരു ഡൗൺ സൈക്കിളിൽ നമ്മൾ അവിടെ തന്നെ നിന്നാൽ നമുക്ക് അടുത്ത മുന്നോട്ടുള്ള മൂവ്മെൻറ്റിൽ നമുക്കത് പ്രോഫിറ്റ് നേടാൻ സാധിക്കും. പക്ഷേ അവിടെ മനസ്സും അടുത്ത് നമ്മൾ വലിച്ചെറിഞ്ഞ് പോയാൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള വലിയൊരു മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ എക്സിറ്റ് ആയി പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീണ്ടും റീ എൻ്റർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി വരുന്നത്. കാരണം ഇതുപോലെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിലും ഒക്കെ ജസ്റ്റ്
ഒരു ഫോൺ കോളിൽ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ എൻട്രിയിൽ നമുക്ക് സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന രീതിയിലുള്ള ഈസി ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റ് നമുക്ക് എസ്പെഷ്യലി നമ്മൾ ഏജ് ആയി വരുന്തോറും നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ബിസിനസ്സുകൾ തന്നെയാണ് നമുക്ക് ചെയ്യാനായിട്ട് അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു 35 ഏജിലോ അല്ലെങ്കിൽ 40 ഏജുള്ള ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നു, കുറച്ച് സമയം നമ്മൾ വാങ്ങിയ സ്റ്റോക്കുകൾ താഴെ പോയി എന്ന് വിചാരിച്ച് നമ്മളിവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 50 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 50 വയസ്സിനോട് അടുക്കുമ്പോൾ വീണ്ടും നമുക്കറിയാം കുറച്ചുകൂടെ നമുക്ക് എഫർട്ട് കുറവുള്ള രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന ഏരിയാസ് ഫീൽഡുകൾ നമ്മൾ നോക്കേണ്ടി വരും. കാരണം നമുക്ക് ഫിസിക്കലി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിങ് എല്ലാം വരുമ്പോഴല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ കാണുന്ന ഏറ്റവും നല്ല ഒരു നമുക്ക് പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഫീൽഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ വീണ്ടും റീ എൻട്രി ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു നല്ല ഫീൽഡ് എക്സിറ്റ് ചെയ്യാതെ അവിടെ കണ്ടിന്യൂ ചെയ്ത് അവിടുത്തെ ഡൗൺ സൈക്കിളുകളിൽ മനസ്സ് മടക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ കഴിഞ്ഞ ഈ ഒരു 2018 നമ്മൾ കണ്ട സൈക്കിളുകളാണിത്. ഓൾമോസ്റ്റ് 10% ഒരു കറക്ഷൻ, അതിനുശേഷം 18% ഒരു റാലി, അതിനുശേഷം 14.93% ഒരു ഷാർപ്പ് സെൽ ഓഫ്, അതിനുശേഷം വീണ്ടും ഓൾമോസ്റ്റ് 10% ഇപ്പോൾ ഒരു റാലി ആണ് നടക്കുന്നത്. ഓൾമോസ്റ്റ് അടുത്തൊരു 11,171 എന്ന് പറഞ്ഞാൽ ആ ഒരു ഹൈയിലേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ജനുവരിയുടെ ഹൈയിലേക്ക് വരികയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഇയറിലൊരു കൺസോളിഡേഷൻ്റെ ഇയർ ആയിരുന്നു. അതേസമയം കുറച്ച് മ്യൂച്വൽ ഫണ്ട്സിൻ്റെയൊക്കെ റൂൾസ് മാറ്റിയത് കൊണ്ട് മിഡ് ക്യാപ്സിലൊക്കെ കുറച്ച് കറക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മിഡ് ക്യാപ്സിലും പല നല്ല സ്റ്റോക്കുകൾ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ വാങ്ങുന്ന സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഡെയിലി പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. പലപ്പോഴും നമ്മൾ വാങ്ങുന്ന സ്റ്റോക്ക് അതിന് ആ റേറ്റിനേക്കാൾ താഴെ പോവുകയും അതിനുശേഷം വീണ്ടും തിരിച്ച് അതിനെ ഹൈ ബ്രേക്ക് ചെയ്ത് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ വാങ്ങിയൊരു സ്റ്റോക്ക് ഇറങ്ങിപ്പോയി എന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മൾ അതിൽ ആ ഡിസിഷൻ തെറ്റാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തരുത്. കാരണം വീണ്ടും അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? അപ്പോൾ പലപ്പോഴും മാർക്കറ്റിൽ നമ്മൾ ആ സമയത്ത് എടുക്കുന്ന ഒരു ഡിസിഷൻ കറക്റ്റാണ് എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി തന്നെ അതിൻ്റെ റേറ്റ് താണു എന്നുള്ളത് കൊണ്ട് ആ ഒരു ഡിസിഷൻ തെറ്റി എന്ന് നമ്മൾ ഒരിക്കലും കൺക്ലൂഡ് ചെയ്യരുത്. മാർക്കറ്റാണ്, റേറ്റ്സ് ഫ്ലക്ച്വേറ്റ് ചെയ്യും, ഡെയിലി മാർക്കറ്റ് റേറ്റ്സ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റ് എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഒരു തീരുമാനം എടുത്തൊരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ള രീതിയിൽ മാത്രം കാണാം. അല്ലാതെ അതിനെ വീണ്ടും താഴെ വരും, ഓരോ ദിവസവും താഴെ വരും തോറും പോർട്ട്ഫോളിയോയിലെ ലോസും ഇത്രയുണ്ടെന്ന് കണക്കാക്കി അതിൻ്റെ ആ പെർസെൻറ്റേജിൻ്റെ ലോസുകൾ അങ്ങനെ കൺവേർട്ട് ചെയ്ത് നോക്കുന്നതിലൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള അവളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റ് പറ്റുകയില്ല. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ആ മൂവ്മെൻറ്റ്സിനെ നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇപ്പോൾ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിയതിന് ശേഷം ചിലപ്പോൾ 30% അല്ലെങ്കിൽ 40% ഒക്കെ കറക്റ്റ് ചെയ്ത് നിന്നിരിക്കും. പക്ഷേ ആ സ്റ്റോക്ക് തന്നെ ചിലപ്പോൾ തിരിച്ച് കയറി വരുന്ന സമയത്ത് 20% മുകളിലേക്ക് പോകുന്നത് ഒരു ദിവസമായിരിക്കും. അപ്പോൾ അതിൻ്റെ വരുന്ന ലോജിക്കൽ അല്ലെങ്കിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഡിസിഷൻ നമ്മൾ തെറ്റായിരുന്നു ശരിയായിരുന്നു എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഇങ്ങനെയുള്ള പ്രൈസ് മൂവ്മെൻറ്റ്സിനെ എടുത്ത് നമ്മുടെ തീരുമാനവും നമ്മൾ ചെയ്തത് ബ്ലണ്ടറായോ എന്നുള്ള രീതിയിലുള്ള ചിന്തയ്ക്കൊന്നും കാര്യമില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ വെൽത്തിൻ്റെ ടോട്ടൽ വെൽത്ത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഒരു പെർസെൻറ്റേജ് എപ്പോഴും ഒരു 20% ഒരു 25% ഒക്കെയാണ് പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അവിടെ വരുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നു, അതിൽ നമ്മളൊരു തീരുമാനം എടുക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു, പിന്നീട് അതിന് താഴെ ലെവലിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വാങ്ങുന്നു എന്ന് മാത്രമല്ല. അല്ലാതെ നമ്മളതിന് ആ തീരുമാനത്തിന് വീണ്ടും നമുക്ക് തെറ്റായി എന്നുള്ള രീതിയിൽ ആ സ്റ്റോക്കിനെ മൊത്തമായി വിറ്റ് മാറുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമുക്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് ഒന്ന് നോക്കാം. നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തെ 10,750 ലെവലിലുണ്ടായിരുന്ന 200 DMA ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു വീക്ക്ലി ഒരു ഡിപ്പ് നമുക്കിതിൽ കാണാം. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 350 പോയിൻറ്റ്സിൻ്റെ റാലിയോടുകൂടി വീണ്ടും അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാവുന്നത് നിഫ്റ്റി അടുത്തൊരു അപ്പ് മൂവ്മെൻറ്റ് കഴിഞ്ഞ ജനുവരിയിലെ ഹൈ ആയിരുന്ന 11,171 എന്ന ഒരു
ടാർഗറ്റ് വളരെ ഈസി ആയിട്ട് ഡിസംബർ 15th മുന്നോടിയായി തന്നെ മീറ്റ് ചെയ്യും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എസ്പെഷ്യലി പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ടർബുലൻസ് എന്തായാലും മാർക്കറ്റിൽ അടുത്ത 2 ആഴ്ച ഉണ്ടാവും. എങ്കിലും ഈ ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ ഒരു അപ് ട്രെൻഡും കണ്ടിന്യൂ ചെയ്യുകയും അതോടൊപ്പം തന്നെ ക്രൂഡിൻ്റെ ഈ പ്രൈസിലുണ്ടായ ഫോളും എല്ലാം മാർക്കറ്റിന് സപ്പോർട്ടീവ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് നിഫ്റ്റിക്ക് ഡിസംബറിൽ ഒരു 11,171 വരെയുള്ളൊരു മുന്നേറ്റം തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് അടുത്തതായിട്ട് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ചാർട്ട് ഒന്ന് നോക്കാം. നിഫ്റ്റി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് നവംബർ ഫ്യൂച്ചേഴ്സ് എക്സ്പയറിക്ക് മുന്നോടിയായിട്ട് 10,850 ടെസ്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയായിരുന്നു. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ചാർട്ടിൽ മാർക്ക് ചെയ്തിരുന്ന ഒരു ലെവലായിരുന്നു. നിഫ്റ്റിയുടെ നവംബർ മന്ത് ഫ്യൂച്ചേഴ്സ് എക്സ്പയറി വ്യാഴാഴ്ച വന്നത് 10,850 858 അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വ്യൂ വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് മാർക്കറ്റ് ഫോളോ ചെയ്തിരുന്നത്. നമുക്ക് ഈ ഇപ്പോഴുള്ള ഈ റുപ്പിയുടെ സ്ട്രെങ്ത് എടുക്കുന്നത് കൂടെ കൂട്ടി വായിക്കുമ്പോൾ അതുപോലെ തന്നെ ക്രൂഡിൻ്റെ വിലയിൽ വന്നിട്ടുള്ള ഈ ഡിപ്പും എല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് 11,171 എന്നുള്ളൊരു ലെവലിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ്. എങ്കിലും 10,957 ലെവലിൽ മാർക്കറ്റിനൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഒരു പുൾ ബാക്ക് ആ ലെവലിൽ നിന്ന് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു താഴേക്കുള്ള ഒരു പുൾ ബാക്ക് നടക്കുകയാണെങ്കിൽ ഇപ്പോൾ 200 DMA വരുന്ന 10,744 ലെവലിലായിരിക്കും മാർക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു 10,744 11,000 എന്നുള്ള ഒരു റേഞ്ച് ആയിരിക്കും ഇനീഷ്യലി നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ട്രേഡിംഗ് റേഞ്ച്. എങ്കിലും ആ ലെവലിൽ നിന്നും നമുക്ക് ഒരു കറക്ഷൻ വരികയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് 10,601 എന്നുള്ളൊരു ലെവലിലായിരിക്കും ഫസ്റ്റ് 200 DMAക്ക് താഴെ ഉള്ള ഒരു സപ്പോർട്ട് വരുന്നത്. അതിന് താഴെ വരാവുന്ന പിന്നത്തെ പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് 10,298 ലെവലിലായിരിക്കും. നമുക്കിനി അടുത്തതായിട്ട് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ഒന്ന് ചെക്ക് ചെയ്യാം. നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 10,876 350 പോയിന്റ്സ് ഉയർന്ന് 3.32% വളരെ സ്ട്രോങ് ആയിട്ടുള്ള റീസെന്റ് ദിവസങ്ങളിലുണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വളരെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലോസിങ് അതും ഫ്യൂച്ചേഴ്സ് എക്സ്പയറി വീക്കിൽ ആണ് നടന്നിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ കാണുന്ന ചാർട്ടിൽ നോക്കിയാൽ നമുക്കറിയാം ഓരോ വീക്ക് ഡേയ്സ് കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ടതാണ് 3 days കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡൗൺ മൂവ്മെൻറ്റോടുകൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നതെങ്കിൽ എന്നിട്ട് 22 നവംബറിന് ക്ലോസ് ചെയ്ത് 10,526 26th മൺഡേ മാർക്കറ്റ് 101 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ആ 27th അവിടെ നിന്നും 67 പോയിന്റ്സ് കൂടെ ഉയർന്നു. വെഡ്നെസ്ഡേ 28th നവംബറിൽ 43 പോയിന്റ്സ് ഉയർന്ന് എക്സ്പയറി ഡേയിലേക്ക് കടന്ന മാർക്കറ്റ് പക്ഷെ വളരെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോടുകൂടി 100 പോയിന്റ്സിലധികം ഉയർന്ന് ഓപ്പൺ ചെയ്ത മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ആ മൊമെന്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 29th നവംബറിന് 129 പോയിന്റ്സ് ഉയർന്ന് തന്നെയാണ് അന്ന് ക്ലോസ് ചെയ്തത്. അതിനുശേഷം ഫ്രൈഡേയിൽ ഓൾമോസ്റ്റ് ഒരു കൺസോളിഡേറ്റിംഗ് ഡേ ആയിരുന്നു. ഒരു സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് കൂടെ നമ്മളന്ന് കാണുകയുണ്ടായി. അതിന് 30th നവംബറിന് 18 പോയിന്റ്സ് ഉയർന്ന് തന്നെയാണ് അന്നും ക്ലോസ് ചെയ്തത്. അപ്പോൾ ഒരു വളരെ ഷാർപ്പായിട്ടുള്ള ഒരു 3.32% ഒരു റാലിയാണ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ കണ്ടത്. നമുക്കിനി അടുത്തതായിട്ട് വിളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കാം. വിളാറ്റിലിറ്റി ഇൻഡെക്സ് 19.16 ക്ലോസ് ചെയ്തിരിക്കുന്നത്. വളരെ കഴിഞ്ഞ വീക്കിലെ എക്സാക്ട്ലി അതേ ക്ലോസിംഗ് ലെവലിൽ തന്നെയാണ് നമുക്ക് വിളാറ്റിലിറ്റി ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാം. എന്തായാലും മാർക്കറ്റിൽ ഇത്രയും ഒരു ബുള്ളിഷ് മൊമെൻറ്റം വന്നിട്ടും വിളാറ്റിലിറ്റി ഇൻഡെക്സ് 19.16 കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു വിചിത്രമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതൊരു പക്ഷേ വിളാറ്റിലിറ്റി ഇൻഡെക്സിൻ്റെ ഇത്രയും ഹയർ റീഡിംഗ് വരുന്നത് ഓപ്ഷൻസിൽ കൂടുതൽ പ്രീമിയം വരുമ്പോഴാണ് ഇതുപോലെ വിളാറ്റിലിറ്റി ഇൻഡെക്സ് ഹയർ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ഒരുപക്ഷെ വരുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ വരുന്ന ദിവസങ്ങളിൽ സ്റ്റേറ്റ് ഇലക്ഷൻ റിസൾട്ട്സ് വരാനുണ്ട്. അതിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ പൊസിഷൻസൊക്കെ
ഓപ്ഷൻസിലുള്ളത് കൊണ്ടായിരിക്കും ഈ പ്രീമിയം കണ്ടിന്യൂ ചെയ്യുന്നത് എന്ന് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം. എന്തായാലും നമുക്ക് അടുത്ത വീക്കിലേക്ക് ഫിക്സ് ചെയ്യാവുന്ന ഒരു ട്രേഡിംഗ് റേഞ്ച് 10,601-നും 11,171-നും ഇടയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഒന്ന് പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് വീക്കിൽ റിസർവ് ബാങ്കിൻ്റെ പോളിസി റിവ്യൂ ആണ് 5th ഡിസംബറിന്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ ആങ്ഷ്യസ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യമായിരിക്കും 5th ഡിസംബറിൻ്റെ ഈ RBI മോണിറ്ററി പോളിസി ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ. RBI ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇപ്പോൾ താഴ്ന്ന് ഈ ലെവലിലേക്ക് വന്നിരിക്കുന്നത് ഉണ്ടെങ്കിലും ഞാൻ റേറ്റ്സ് അൺചേഞ്ച്ഡ് ആയിട്ട് അതേ ലെവലിൽ തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് അവേഴ്സിന് ശേഷം വന്ന GDP ഡാറ്റ, കഴിഞ്ഞ സെക്കൻഡ് ക്വാർട്ടറിലെ GDP ഗ്രോത്ത് 7.1% ആണ് വന്നിട്ടുള്ളത്. ഇത് Q1 GDP വന്നിരുന്നത് 8.2% ആയിരുന്നു. ആ Q1 GDP ഡാറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 7.1-ൽ നിന്നും 8-ലേക്കുള്ളൊരു ഡിപ്പ്, ഓൾമോസ്റ്റ് 1%-ന്റെ ഒരു ഡിപ്പ് GDPയിൽ വന്നിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് ക്വാർട്ടർ GDP നോക്കുമ്പോൾ 6.3% ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 1%-ന്റെ ഗ്രോത്തുമാണ് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ഫസ്റ്റ് ക്വാർട്ടറും സെക്കൻഡ് ക്വാർട്ടറും തമ്മിലുള്ള ഡിഫറൻസ് ഒരുപക്ഷെ ബേസ് ഇഫക്ട്സ് ഉള്ളതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഗ്ലോബൽ എക്കണോമിക്സ് കമ്പയർ ചെയ്യുമ്പോൾ 7.1 എന്ന് പറയുന്നത് ഗ്ലോബലി ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി എന്നുള്ള ടാഗോട് കൂടി തന്നെ ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. കഴിഞ്ഞ വീക്കിൽ നമുക്ക് US മാർക്കറ്റ്സ് അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം ഹയർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്തിരുന്നത്. അത് പ്രത്യേകിച്ചും ഈ G20 സബ്മിറ്റ് നടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിലുണ്ടായിരുന്നു. അടുത്ത വീക്കിൽ നമുക്ക് കടക്കുന്നതോടുകൂടെ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട 4 സ്റ്റേറ്റുകളിലെ ഇലക്ഷൻ റിസൾട്ട്സ് December 11-നാണ്. അതിന് മുന്നോടിയായിട്ട് അതിനോടനുബന്ധിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിലുള്ള ഒരു ഫ്ലക്ച്വേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അതുപോലെ ഡൊണാൾഡ് ട്രംപും സി ജിൻപിങ്ങും തമ്മിലുള്ള മീറ്റിംഗ് G20 സബ്മിറ്റിന് അവിടെ അർജന്റീനയിൽ നടക്കുന്ന ഈ മീറ്റിംഗ് ഒരുപക്ഷെ കുറച്ച് ട്രേഡ് താരിഫ് വാറിലെല്ലാം കുറവുകൾ വരുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ്സ് ഒരുപക്ഷെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു റാലിയും നമുക്ക് അടുത്ത ആഴ്ചയിൽ സംഭവിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഗ്ലോബലി തന്നെ ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ വന്നിട്ടുള്ള ഈ ഡിപ്പോട് കൂടി ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ട്രേഡ് താരിഫ് വാർസിൽ വരുന്ന ഒരു പോസിറ്റീവ് ന്യൂസുകൾ മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ളൊരു റാലിക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RBI പോളിസി റിവ്യൂ ആയാലും അതുപോലെ G20 സബ്മിറ്റിൻ്റെ റിസൾട്ട്സോട് വരുന്ന ഡെവലപ്മെൻറ്റ്സും അതുപോലെ തന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ്സിൽ ഇനി വരുന്ന അടുത്ത ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിനും ഇപ്പോൾ ഓൾറെഡി വളരെ നല്ല ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സിൽ നിൽക്കുന്ന മാർക്കറ്റിന് ഇയർ എൻഡ് എസ്പെഷ്യലി 2018 വളരെ നല്ല നിലയിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ AAA സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷനിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ AAA സ്വിംഗ് ഡെലിവറി എന്ന രീതിയിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ നൽകുന്നത്. അതിൽ ഓൾമോസ്റ്റ് ഒരു ആവറേജ് ഒരു 20 to 30 ഡേയ്സിലൊക്കെ നമുക്ക് 12% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻ ആയിരിക്കും. മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈവൻ 25% വരെയുള്ള സെക്കൻഡ് ടാർഗറ്റും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ മാർക്കറ്റിൻ്റെ കൺസോളിഡേഷൻ മോഡിൽ നമ്മൾ പലപ്പോഴും ഫസ്റ്റ് ടാർഗറ്റിൽ ഓൾമോസ്റ്റ് ഒരു 12 അല്ലെങ്കിൽ ഒരു 15% ഉള്ള പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡിനനുസരിച്ച് തന്നെ നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജീസും മാറ്റിയാൽ മാത്രമാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ചാർട്ടിൽ നിന്ന് കാണാൻ സാധിക്കും നമ്മൾ
വിഗാർഡ് നമ്മൾ ബൈ ചെയ്തിരുന്നത് 183 ലെവലിലാണ്. ഈ 183 ലെവലിൽ നിന്നും കഴിഞ്ഞ ദിവസം വിഗാർഡ് 213 കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് മോർ ദാൻ 12% പ്രോഫിറ്റ് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ വിഗാർഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, വിഗാർഡ് വളരെ നല്ലൊരു സ്റ്റോക്കാണ്, നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ചും അറിയാവുന്നൊരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഈ ചാർട്ടിൽ കാണാം, അതിന് മുന്നോടിയായിട്ട് ഈ 183 നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങുന്നതിന് മുന്നോടിയായിട്ട് ആ സ്റ്റോക്കിൽ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ കാണും. 225 ലെവലിൽ നിന്നും വന്ന കറക്ഷൻ 160 ലെവലിലേക്ക് വന്ന ഷാർപ്പായിട്ട് ഡൗൺ ചെയ്ത് പോയ മാർക്കറ്റിൽ നിന്നും അത് റീബൗണ്ട് ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ ഒരു ട്രെൻഡ് ക്ലിയർ ആയതിനു ശേഷമാണ് നമ്മൾ ആ 183 ലെവലിൽ അതിനകത്ത് സ്റ്റോക്കിൽ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡൗൺ സ്വിങ് കഴിഞ്ഞ് വീണ്ടും സ്റ്റെബിലൈസ് ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ ആ സ്റ്റോക്കിനെടുത്ത് ഓൾമോസ്റ്റ് ഒരു 1 മന്തിനുള്ളിലുള്ള ആ പീരീഡിൽ തന്നെ നമുക്ക് 12% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ വിഗാർഡ് കഴിഞ്ഞൊരു വർഷമായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്ക് പല പ്രാവശ്യവും ഇങ്ങനെ താഴെ വരികയും മുകളിൽ വരികയും ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഈവൻ ഒരു 5% പ്രോഫിറ്റ് പോലും ഒരു വർഷം ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഗാർഡിൽ ഒരു 5 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത്രയും 12% പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഓൾമോസ്റ്റ് മോർ ദാൻ 50%-ലധികം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് സ്വിംഗ് ഡെലിവറി മെത്തേഡ് എന്ന് പറയുന്ന ഒരു സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പല പ്രാവശ്യം ഉള്ള സ്വിങ്ങുകളിൽ നമ്മളതിൽ ബൈ ചെയ്യുകയും അതുപോലെ തന്നെ യാതൊരു സെൻറ്റിമെൻസും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ഹയർ ലെവൽസ് അത് വിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു സ്റ്റോക്കിനെ നമ്മൾ ഒരു 12% പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വീണ്ടും നമുക്ക് ആ സ്റ്റോക്കിനോട് വളരെ സ്നേഹമുള്ള വളരെ അറ്റാച്ച്മെൻ്റ് ഉള്ള സ്റ്റോക്കായിരിക്കും. പക്ഷേ ആ സ്റ്റോക്ക് വിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ അറ്റാച്ച്മെൻറ്റ് പാടില്ല. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ആ സ്റ്റോക്കിന് ഒരു നല്ല പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ ഇനി മുകളിലേക്ക് പോകില്ലേ എന്നുള്ളൊരു ചോദ്യത്തോടു കൂടി പലരും ആ സ്റ്റോക്കിന് ഹോൾഡ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, മാർക്കറ്റിൻ്റെ ട്രെൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഒരു കൺസോളിഡേറ്റിംഗ് മാർക്കറ്റാണ്. മാർക്കറ്റിന് അടുത്ത് നമുക്കറിയാം വരും 2019 നമ്മൾ കടക്കുമ്പോൾ ഇലക്ഷൻ വരികയെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിഗാർഡ് എന്നുള്ള സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ 180 ലെവലിൽ വാങ്ങി 210-15 ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് 180 വരെ വരികയാണെങ്കിൽ നമ്മളത് ഹോൾഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 0% റിട്ടേൺ ആയിരിക്കും അല്ലേ, വീണ്ടും 180 ലെവലിലേക്ക് വരുമ്പോൾ. അപ്പോൾ അത് അങ്ങനെ ഹോൾഡ് ചെയ്യുന്നത്, ഞാൻ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ കുറേ കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയല്ല സംസാരിക്കുന്നത്. സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് പറയുന്നത്. നമ്മൾ അതിൻ്റെ നമുക്ക് നമ്മുടെ അവൈലബിൾ ഫണ്ട്സിന് നമുക്ക് എപ്പോഴും ഒരു ലിമിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ ആ ലിമിറ്റഡ് ഫണ്ട്സ് എപ്പോഴും നമുക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളിലേക്ക് മാറി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്വിംഗ് ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ വിഗാർഡിൻ്റെ എക്സാമ്പിളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കറക്റ്റ് ആ ട്രെൻഡ് അപ്സൈഡ് മൂവ്മെൻറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ എടുക്കുകയും അതിൻ്റെ ഓൾമോസ്റ്റ് ആ ട്രെൻഡ് കഴിയാനുള്ള ഒരു റേറ്റിന് മുന്നോടിയായി തന്നെ എക്സിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവിടെ പിന്നെ നമുക്ക് ആ സ്റ്റോക്കിനോട് സെൻറ്റിമെൻറ്റ്സ് അവിടെ കാണിക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ നമ്മൾ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോഴാണ് ഇതൊരു ബിസിനസ് ആകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു സ്റ്റോക്കിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മളത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരു സ്വിംഗ് ഡെലിവറി എന്ന മെത്തേഡിലൂടെ നമുക്ക് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കൺസോളിഡേറ്റിംഗ് മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റ് നേടാൻ സാധിക്കുക ഈ ഒരു മെത്തേഡിലൂടെ മാത്രമാണ്. ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കുക. പ്രത്യേകിച്ചും നമ്മുടെ ഈ സ്റ്റോക്കിൻ്റെ ഡൗൺ ട്രെൻഡിൽ നമുക്കിപ്പോൾ ഈ വിഗാർഡിൻ്റെ ആ ഡൗൺ ട്രെൻഡിൽ നോക്കും, നമുക്ക് അങ്ങനെയുള്ള ആ ട്രെൻഡിൽ നമ്മളെ സ്റ്റോക്ക് ഓൾറെഡി നേരത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ് 220 ലെവലിൽ അല്ലേ. അപ്പോൾ ആ സ്റ്റോക്കിന് വളരെ പേഷ്യൻസോടുകൂടി നമ്മൾ അതിൻ്റെ 160 ലെവലിലേക്കുള്ള ആ ഡൗൺ ട്രെൻഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ ആ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാങ്ങേണ്ട കാര്യമില്ല. കാരണം അതിൽ നിന്നും നമ്മൾ ഈ സ്വിംഗ് ഡെലിവറി എന്നുള്ള മോഡലിൽ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത സൈഡ് മൂവ്മെൻറ്റ്
തുടങ്ങി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു ബ്രേക്കൗട്ടോട് കൂടി വോള്യത്തോട് കൂടിയൊക്കെ മൂവ് ചെയ്യുന്നത് വരെയും വെയിറ്റ് ചെയ്തതിന് ശേഷം അത് അവിടെ നിന്ന് അതിന് ശേഷമാണ് നമ്മളതിൽ എൻട്രി ചെയ്യുന്നത് അല്ലേ. നമ്മൾ ആ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നതിനർത്ഥമില്ല. നമ്മൾ ആ സ്റ്റോക്കിനെ വാച്ച് ചെയ്യുന്നു, എല്ലാ വീക്കിലും നമ്മൾ ആ സ്റ്റോക്കിനെ അനലൈസ് ചെയ്യുന്നു, അതിൻ്റെ അടുത്ത ഡിമാൻഡ് സോണും അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ഓരോ ന്യൂസുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുന്നു. നമ്മൾ അതിന് ശേഷം നമ്മൾ സ്ട്രാറ്റജി ഫോം ചെയ്യുന്നു. അതിനുശേഷം വളരെ വിജിലൻ്റ് ആയിട്ട് ആ സ്റ്റോക്കിന് എല്ലാ ദിവസവും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ എല്ലാം നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നു എന്ന് കാണുമ്പോൾ നമ്മൾ ആ സ്റ്റോക്കിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അതാണ് സ്വിംഗ് ഡെലിവറിയുടെ ഒരു മെത്തേഡ്. വളരെ പേഷ്യൻസോട് നമ്മൾ നിൽക്കുന്നു. അതായത് ഒരു പേഷ്യൻ്റായിട്ടുള്ള അഗ്രസീവ്നെസ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്കൊരു ഈ ഒരു പേഷ്യൻസ് നമുക്ക് വേണം. അതേസമയം നമ്മൾ ആ സ്റ്റോക്ക് കൃത്യമായിട്ടുള്ള ബ്രേക്കൗട്ടോടുകൂടി മൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ അവിടെ ഒട്ടും സമയം കളയുന്നില്ല. നമ്മൾ വളരെ അഗ്രസീവായിട്ട് തന്നെ ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുന്നു. അതേ അഗ്രസീവ്നെസ്സോടുകൂടി തന്നെ ആ സ്റ്റോക്കിൻ്റെ ടാർഗറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുകയും വേണം. അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി മിസ്സാകുകയും ചെയ്യും. നമ്മളൊരു കഴിഞ്ഞ മാസത്തിൽ നമ്മളൊരു ട്രേഡ് ചെയ്യുകയുണ്ടായില്ല. യെസ് ബാങ്ക് നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 220 ലെവലിൽ നമ്മൾ എൻട്രി ചെയ്യുകയും 260ക്ക് നമ്മളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ആ എൻട്രിയും എക്സിറ്റും വളരെ അഗ്രസീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ യെസ് ബാങ്ക് വീണ്ടും 150 കഴിഞ്ഞ വീക്കിൽ ടെസ്റ്റ് ചെയ്യണ്ടായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആ അഗ്രസീവായിട്ടുള്ള എൻട്രിയും അതുപോലെ തന്നെ അഗ്രസീവായിട്ടുള്ള എക്സിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ലെതാർജിക്കായിട്ട് ഇരിക്കാനായിട്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ടാർഗറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എടുത്ത് ആ ഒരു ബിസിനസ് നമ്മുടെ ഇൻവെസ്റ്റഡ് മണിയിലുള്ള റിട്ടേൺ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി കഴിഞ്ഞ വീക്കിൽ ഞാൻ ട്രിപ്പിൾ സ്വിംഗ് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ പൊസിഷണലായിട്ടുള്ള ഒരു ട്രേഡിങ് ഞങ്ങൾ ചെയ്യുകയുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കറിയാം നിഫ്റ്റി ഫ്യൂച്ചറിൽ നമ്മൾ ആ പൊസിഷൻ ഇപ്പോൾ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം. നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ നവംബർ 27-നാണ് ഞങ്ങൾ ആ പൊസിഷനിൽ എൻട്രി ചെയ്തിരുന്നത്. വളരെ കൃത്യമായിട്ടുള്ള ഒരു ടെക്നിക്കൽ ബ്രേക്കൗട്ട് നിഫ്റ്റിയിൽ വരുന്നത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ പൊസിഷൻ എടുത്തിരുന്നത് 27th നവംബറിലാണ് നമ്മൾ എൻട്രി ചെയ്തതെങ്കിലും പൊസിഷൻ എടുത്തത് ഡിസംബർ മാസത്തിലാണ്. കാരണം നമുക്കറിയാം ഫ്യൂച്ചേഴ്സ് എക്സ്പയറി വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസംബർ മാസത്തിലെ പൊസിഷൻ എടുത്താലാണ് നമ്മൾ കംഫർട്ടബിളായിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നല്ലേ. ആ പൊസിഷൻ 27th നവംബറിൽ 10,720ക്കാണ് നമ്മൾ ഡിസംബർ മന്തിൽ ഫ്യൂച്ചറിൽ എൻട്രി എടുത്തത്. 30th നവംബറിന് 10,920 നമുക്ക് വിത്തിൻ 2 days നമുക്ക് ആ സെക്കൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അതായത് 200 പോയിൻറ്റ്സിൻ്റെ നിഫ്റ്റി ഫ്യൂച്ചറിലുള്ള സ്വിംഗ് ട്രേഡിംഗ് ആണ്. ഈ നിഫ്റ്റിയുടെ സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മൾ പൊസിഷണലായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് ഒരു മന്തിൽ 3 അല്ലെങ്കിൽ ഒരു 4 ട്രേഡ്സ് ഒക്കെയാണ് നോർമലി നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു കൺഫേംഡ് ആയിട്ടുള്ളൊരു നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിലാണ് നമ്മൾ ആ പൊസിഷൻ എടുക്കുന്നത്. അതിനുശേഷം ഹോൾഡ് ചെയ്ത് നോർമലി വിത്തിൻ 3 days തന്നെ നമ്മൾ അതിനകത്ത് ഒരു 200 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റോട് ബുക്ക് ചെയ്യുന്നൊരു മെത്തേഡാണ് നിഫ്റ്റിയുടെ സ്വിംഗ് പൊസിഷണൽ. അതിന് കുറച്ച് മാർജിൻ കൂടുതൽ ആവശ്യമുണ്ടാകും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്പർ ഓഫ് ട്രേഡ്സിൽ എല്ലാം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് സക്സസ്ഫുൾ ട്രേഡ്സിലാണ്. അപ്പോൾ എത്ര ട്രേഡ് കുറഞ്ഞാലും ഒരു മാസത്തിൽ 2 ട്രേഡ് ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നുണ്ടെങ്കിലും ആ സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഈ നിഫ്റ്റിയുടെ ഈ സ്വിംഗ് പൊസിഷണൽ ട്രേഡിൽ ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്ക് 200 പോയിൻറ്റ്സ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 15,000 ആണ് പ്രോഫിറ്റ്. അപ്പോൾ അത് അങ്ങനെയുള്ള ഏറ്റവും റിസ്ക് ഫ്രീ ആയിട്ടുള്ള സമയത്താണ് നമ്മൾ ഈ ട്രേഡ് ചെയ്യുന്നത്. നമുക്കിനി കഴിഞ്ഞ ദിവസത്തെ യെസ് ബാങ്ക് ട്രേഡ് യെസ് ബാങ്കിൽ നടന്നിട്ടുള്ള ആ മൂവ്മെൻ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കാരണം ഒത്തിരി പേരും റീറ്റെയിൽ ക്ലയൻസും യെസ് ബാങ്ക് എന്നുള്ള സ്റ്റോക്കിനെ താഴെ ലെവലിൽ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന ആഗ്രഹത്തോടുകൂടി ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു
വ്യൂ ആണ് യെസ് ബാങ്കിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ ഷോർട്ട് ടൈമിലുള്ളതിൻ്റെ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലോങ് ടൈമിൽ ഒരുപക്ഷെ ഈ ബാങ്ക് ഇപ്പോഴത്തെ ഇഷ്യൂസിനെല്ലാം കവർ ചെയ്ത് നിഫ്റ്റി 50-ലുള്ള ഒരു സ്റ്റോക്കാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഷോർട്ട് ടൈമിലുള്ള ഈവൻസ് യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു നല്ലൊരു ഡെവലപ്മെൻറ്റ്സ് അല്ല അതിൻ്റെ ബോർഡിൽ നടക്കുന്നതും അതിനുള്ള ബാങ്കിനോടുള്ള അവരുടെ പല NPA ഡിക്ലെയർ ചെയ്യുന്നതിനൊക്കെ ഉള്ള RBIയുടെ അവരായിട്ടുള്ള ഇഷ്യൂസും എല്ലാം പുറത്തു കൊണ്ടുവരുന്ന ഒരു വിഷയമാണ് ഈ സ്റ്റോക്കിനെ ഇപ്പോഴത്തെ കറക്ഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ ലെവൽസിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലുള്ള സെൽ ഓഫ് സ്റ്റോക്കിൽ നടക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരു 260 ലെവലിൽ നിന്നുള്ള ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വീണ്ടും 200ലേക്ക് വന്ന് അവിടെ നിന്നും വീണ്ടും 185 ലെവലിലേക്ക് വന്നു. വീണ്ടും 200 ലെവലിൽ വന്ന സ്റ്റോക്ക് വീണ്ടും ഷാർപ്പ് സെൽ ഓഫിൽ 150ക്ക് താഴെ വന്ന് വീണ്ടും 170ലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ അടുത്തൊരു 10 rupees മൂവ് ചെയ്യുന്നതോടുകൂടി പക്ഷേ ചിലപ്പോൾ അടുത്ത വീണ്ടും ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ നമുക്ക് ചാർട്ടിൽ തന്നെ കാണാം ഈ സ്റ്റോക്കിൻ്റെ യെസ് ബാങ്കിൻ്റെ ലൈഫ് ടൈം ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് അല്ലേ. അപ്പോൾ ഈ സ്റ്റോക്ക് ഒരു 60 ലെവലിൽ നിന്നും ഷാർപ്പായിട്ട് മുന്നേറിപ്പോയ സ്റ്റോക്ക് ഇപ്പോൾ അടുത്ത കറക്ഷൻ ഒരു 400 ലെവലിൽ നിന്ന് തുടങ്ങിയ ഒരു കറക്ഷൻ വന്ന് കഴിഞ്ഞ ദിവസത്തെ ലോ വന്നത് 146.75 വരെയാണ് അല്ലേ. അപ്പോൾ ആ സ്റ്റോക്ക് അടുത്തൊരു ഹൈ ലെവലിൽ നിന്ന് വീണ്ടും കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത സപ്പോർട്ട് വരുന്നത് 118-ലായിരിക്കും. അപ്പോൾ വീണ്ടും മാനേജ്മെൻറ്റ് ഇഷ്യൂസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓൾമോസ്റ്റ് എല്ലാ മ്യൂച്വൽ ഫണ്ട്സും ഹോൾഡ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കാണ് അല്ലേ യെസ് ബാങ്ക്. പക്ഷേ അവരെല്ലാം എക്സിറ്റ് ചെയ്യുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഈ പ്രൈസിലുള്ള മൂവ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ആ സ്റ്റോക്ക് വീണ്ടും 200 മുകളിലൊക്കെ പോയി വളരെ സ്ട്രോങ് ആയിട്ട് ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലിംഗ് വളരെ കൃത്യമായിട്ട് ആ സ്റ്റോക്കിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സ്റ്റോക്കിൽ നമ്മൾ ബോട്ടം ഫിഷിങ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ഈ സ്റ്റോക്ക് നമുക്ക് എത്രയോ നല്ല സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നിന്നും നമുക്ക് മാറി നിന്നുകൊണ്ട് മറ്റുള്ള നല്ല സ്റ്റോക്കുകളിലേക്ക് പോവുക. കാരണം യെസ് ബാങ്ക് എന്നുള്ള സ്റ്റോക്ക് വളരെ നല്ല സ്റ്റോക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇഷ്യൂസ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സിറ്റ് ചെയ്യുകയാണ്. ഈ സ്റ്റോക്കിന് 118 എന്നുള്ള ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ പിന്നെ വരുന്ന അതിൻ്റെ ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ ഈവൻ 60 ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സെല്ലിംഗ് പ്രഷറോടുകൂടി പോവുകയാണെങ്കിൽ ഈവൻ 60 വരെയൊക്കെ പോകാവുന്ന ലെവലിലേക്കാണ് ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ അതുപോലെ യൂട്യൂബ് വ്യൂവേഴ്സിനെ ഒന്ന് വാൺ ചെയ്യാനായിട്ട് ഞാൻ എടുക്കുകയാണ് ഈ അവസരം. 60 ലെവൽ വരെയും ഈ സ്റ്റോക്ക് പോകാനുള്ള സിറ്റുവേഷൻസ് നമുക്കതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് വാച്ച് ചെയ്യുക. അതിനുശേഷം കൂടുതൽ ടു മച്ച് മാക്സിമം നമ്മുടെ ഇപ്പോൾ ഒരു 5% കൂടുതൽ നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂൻ്റെ ഒരു 5% മാക്സിമം 10% കൂടുതൽ ഈ സ്റ്റോക്കിലേക്ക് വരാതെ നോക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം ഒരു കൺസർവേറ്റീവ് അപ്രോച്ച് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഈ മാനേജ്മെൻറ്റ് ഇഷ്യൂസ് എല്ലാം തീർക്കാനായിട്ട് അവർക്ക് കഴിയുകയാണെങ്കിൽ റീബൗണ്ട് ചെയ്ത് വരാം. പക്ഷേ ഷോർട്ട് ടൈമിലാണെങ്കിൽ ബെറ്റർ അവോയ്ഡ് യെസ് ബാങ്ക് എന്നുള്ളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. നമ്മൾ കഴിഞ്ഞ ദിവസം നിഫ്റ്റിയുടെ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചൊരു വീഡിയോ റിലീസ് ചെയ്യുകയുണ്ടായി. നമുക്ക് ആ വീഡിയോ വളരെ നല്ല രീതിയിൽ നമ്മുടെ വ്യൂവേഴ്സ് എസ്പെഷ്യലി യൂട്യൂബ് വ്യൂവേഴ്സ് അക്സെപ്റ്റ് ചെയ്യുകയും അത് സബ്സ്ക്രൈബ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ ഞാൻ നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സിനോട് എല്ലാവരോടും നന്ദി പറയുകയാണ്. പല യൂട്യൂബ് വ്യൂവേഴ്സും ഇങ്ങനെ ഞങ്ങളൊരു വീഡിയോ റിലീസ് ചെയ്തതിനെ കുറിച്ച് ഫ്രണ്ട്സിനോടെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതുകൊണ്ട് പലരും നമുക്ക് അങ്ങനെ റെഫറൻസിലൂടെ തന്നെ നമുക്ക് കുറേയധികം വ്യൂവേഴ്സ് നമുക്ക് ആ പാക്കേജ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വന്നിരുന്നു. അതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ റൈറ്റിങ്ങിൽ നമ്മൾ ചെയ്തത് 26,700 പുട്ട് ഓപ്ഷനാണ് ഞങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ചയിൽ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ റൈറ്റിംഗ് ചെയ്തത്. അന്ന് 45 ആണ് നമുക്ക് ആ ഓപ്ഷൻ റൈറ്റിംഗ് ചെയ്യാൻ സാധിച്ചത്. അന്ന് 1 മണിക്ക് 45 നമ്മൾ സെല്ല് ചെയ്ത ഓപ്ഷൻ
26,700-ന്റെ പുട്ട് ഓപ്ഷൻ നമുക്ക് സീറോയിൽ തന്നെ കവർ ചെയ്യാൻ സാധിച്ചിരുന്നു. ഈ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിന് റൈറ്റിങ്ങിന് മാത്രമായിട്ട് നമുക്കൊരു സെപ്പറേറ്റ് പാക്കേജ് ഉണ്ട്. എല്ലാ വ്യാഴാഴ്ചയും മാത്രമാണ് ട്രേഡ് നമ്മൾ ചെയ്യാറുള്ളൂ. കാരണം അന്ന് എല്ലാ വീക്കിലി ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിൻ്റെ എക്സ്പയറി ഉണ്ട്. അങ്ങനെ അന്നുള്ള ദിവസം നമുക്കിതുപോലെ ഒരു 45-നോ അല്ലെങ്കിൽ ഒരു 50-കോ ഒക്കെ നമുക്കൊരു ഓപ്ഷൻ റൈറ്റ് ചെയ്ത് അന്ന് തന്നെ അത് സീറോ ആകുന്ന രീതിയിലുള്ള ഒരു ട്രേഡാണ് അത് ചെയ്യുന്നത്. ഓപ്ഷൻ റൈറ്റിങ്ങിന് എപ്പോഴും മാർജിൻ കൂടുതൽ വേണം. പക്ഷേ ഇപ്പോൾ ഈ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ്റെ ലോട്ട് സൈസ് 20-ലേക്ക് കുറച്ചതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ട്രേഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഈ ഓപ്ഷൻ അന്ന് നമുക്കറിയാം ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയുടെ അന്ന് എല്ലാ വ്യാഴാഴ്ചയും പല ഓപ്ഷൻസും സീറോ ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അന്ന് ഓപ്ഷൻ ബൈ ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഓപ്ഷനെ സെല്ല് ചെയ്ത് അന്ന് സീറോ ആകുമ്പോൾ നമുക്ക് ആ 45 റുപ്പീസും നമുക്ക് പ്രോഫിറ്റായിട്ട് എടുത്തു പോകാൻ സാധിക്കും. അതിനുള്ള ഒരു പാക്കേജ് നമുക്കുണ്ട്. ഈ ഓപ്ഷൻ റൈറ്റിംഗ് എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ ആക്ച്വലി ഇന്ത്യയിൽ തന്നെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിൽ വരുന്ന ആ പാക്കേജിൽ വന്നിരിക്കുന്നതിന് ശേഷം ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൽ വന്നിട്ടുള്ള ഒരു ക്ലയൻറ്റ് പോലും ആ ഓപ്ഷൻ റൈറ്റിംഗ് എന്നുള്ള പാക്കേജ് നിർത്താറില്ല. അവരെല്ലാവരും അത് റിന്യൂ ചെയ്ത് ആ ഒരു 45 അല്ലെങ്കിൽ ഒരു 50 റുപ്പീസ് വ്യാഴാഴ്ച എടുത്ത് വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ക്ലയൻസ് ആണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രോഫിറ്റ് എല്ലാ വ്യാഴാഴ്ചയും ഓൾമോസ്റ്റ് ഷുവർ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ റൈറ്റിംഗ് എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വ്യാഴാഴ്ചയിൽ കുറേയധികം പേര് എടുക്കുന്നുണ്ട്. ഈ ഓപ്ഷൻ റൈറ്റിംഗ് അറിയാത്തൊരു സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻ റൈറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജീസ് നമ്മൾ ക്ലയൻസിന് നമുക്ക് അഡ്വൈസ് കൊടുക്കാനും ഈ പാക്കേജിൻ്റെ കൂടെ സാധിക്കുന്നുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് ടെക്നിക്കൽ ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകളൊന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ട്രേഡിങ്ങിനുള്ള സ്റ്റോക്കുകളാണ്. ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, ഡോക്ടർ റെഡ്ഡി, ബ്രിട്ടാനിയ, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, അജന്ത ഫാർമ, അവന്യൂ സൂപ്പർ മാർട്ട്സ്, ഏഷ്യൻ പെയിൻറ്റ്സ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ അടുത്ത വീക്കിൽ ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതല്ല, ട്രേഡിങ്ങിനുള്ളതാണ്. താങ്ക് യു.